നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ഇന്ന് നരസിംഹ ജയന്തി. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തിയായി ആഘോഷിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നരസിംഹ അവതാരം. പേര് പോലെ തന്നെ സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ഉടലുമാണ് ഈ അവതാരത്തിൻ്റെ പ്രത്യേകത. അസുര രാജാവായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനാണ് ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ചത്. കൃതായുഗത്തിലെ ഭഗവാന്റെ 4 അവതാരങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് നരസിംഹാവതാരം. ശത്രുസംഹാരത്തിനായി അവതരിച്ച ഉഗ്രമൂർത്തിയാണെങ്കിലും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹമൂർത്തി. സഹോദരനായ ഹിരണ്യാക്ഷന്റെ വധത്തിനു ശേഷം ഹിരണ്യകശ്യപു ബ്രഹ്മാവിനെ തപസ് ചെയ്തു. മനുഷ്യനോ മൃഗമോ ആയുധങ്ങൾ കൊണ്ടോ രാത്രിയിലോ പകലോ ഭൂമിയിലോ ആകാശത്തോ പാതാളത്തിലോ തൻ്റെ മരണം നടക്കാതിരിക്കാനായിരുന്നു വരം വാങ്ങിയിരുന്നത്. ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരത്തിൻ്റെ അഹന്തയിൽ ലോകങ്ങളെയെല്ലാം തൻ്റെ കാൽ കീഴിലാക്കിയ അസുര ചക്രവർത്തിയായിരുന്നു ഹിരണ്യകശ്യപു. ആരും മഹാവിഷ്ണുവിനെയോ ദേവന്മാരെയോ പൂജിക്കരുതെന്ന കൽപ്പനയും പുറപ്പെടുവിച്ചു. എന്നാൽ ഹിരണ്യകശ്യപുവിന് ജനിച്ച പ്രഹ്ലാദൻ്റെ ഭക്തിയോടെയുള്ള വിളി കേട്ട നിമിഷം തന്നെ തൂണു പിളർന്ന് നരസിംഹമൂർത്തി പ്രത്യക്ഷനായി ഹിരണ്യകശ്യപുവിനെ വധിച്ചു. എത്ര ശക്തനായ ആൾക്കും അഹങ്കാരം കൊണ്ട് നാശമുണ്ടാകും എന്ന തത്വമാണ് നരസിംഹാവതാരം നമ്മെ പഠിപ്പിക്കുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ മനീഷ പഞ്ചകം ആലപിക്കുന്നത് കേൾക്കാം. ബ്രഹ്മൈവാഹമിദം ജഗच्च സകലം ചിന്മാത്രവിസ്താരിതം സർവം ചൈതദവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം ഇത്തം യസ്യ ദൃഢാമതി സുഖതരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷാ മമ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം.
മനീഷാ പഞ്ചകത്തിൽ രണ്ടാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുകയാണ്. അവിടെ പറഞ്ഞു, ബ്രഹ്മൈവാഹമിദം ജഗച്ഛ സകലം ചിന്മാത്രവിസ്താരിതം സർവം ചൈതദവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം. ഞാൻ ബ്രഹ്മം തന്നെയാണ് ഈ ജഗത്തും. സകലവും കേവല ജ്ഞാന സ്വഭാവത്താൽ വിസ്തൃതമാണ്, വിസ്താരിതമാണ്. മറ്റ് ദ്വന്ദ്വങ്ങളെല്ലാം എന്നിലെ അവിദ്യയാൽ ഞാൻ തന്നെ പരികൽപ്പിച്ചു. അധിഷ്ഠാന സത്യം ഒന്ന് മാത്രം. ഇത്തം ഇപ്രകാരം യസ്യ ദൃഢാമതി, യാതൊരാൾക്ക് ദൃഢമായ ബുദ്ധിയുണ്ടോ, ദൃഢപ്രജ്ഞ, ദൃഢബുദ്ധി, അനുഭവജനിതമായ ശ്രുതി യുക്തി അനുഭവം, ഈ ഒരു പ്രമാണ പദ്ധതിയിലൂടെ ഗുരുനാഥനിൽ നിന്ന് ശാസ്ത്രം ശ്രവണം ചെയ്ത് യുക്തിപൂർവം വിചാരം ചെയ്ത് അങ്ങനെ ശ്രവണ മനന നിധിധ്യാസങ്ങളിലൂടെ സമാഹിതമായ പ്രജ്ഞയെ നേടി സ്വാനുഭവത്തിലേക്ക് ഉയരുന്ന വിജ്ഞാനിയുടെ ഭാവമാണ് ദൃഢബുദ്ധി. അവിചലമായ അചഞ്ചലമായ ബോധം, സ്വാനുഭൂതി ജനിതമായ ആ ഒരു അചഞ്ചലമായ ബോധം ആർക്കുണ്ടോ, എവിടെ? നിത്യേ പരേ നിർമ്മലേ, നിത്യവും പരവും നിർമ്മലവും സുഖതരവുമായതിൽ. സുഖതരം, സുഖതരം എന്നുള്ള ശബ്ദം കൊണ്ട് ആനന്ദേ എന്നർത്ഥമെടുക്കണം, ആനന്ദ സ്വരൂപത്തിൽ. നേരത്തെ വിചാരം ചെയ്തപ്പോൾ ഞാൻ ആനന്ദമാണ്, പ്രമാണ പദ്ധതിയിൽ പ്രവേശിച്ചപ്പോഴോ ബ്രഹ്മം ആനന്ദമാണെന്നറിഞ്ഞു. ഇങ്ങനെ ആനന്ദമായിരിക്കുന്ന ബ്രഹ്മത്തിൽ, സുഖതരത്തിൽ എന്താണ് ബ്രഹ്മം? നിത്യമാണ്. അനിത്യമായ പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയഭൂതമായ സത്യം നിത്യമാണ്, നാശരഹിതമാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണ എന്നൊക്കെ ശ്രുതി സ്മൃതികൾ ആവർത്തിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരിക്കലും പരിണാമമോ നാശമോ ഇല്ലാത്ത നിത്യമായ ഉണ്മ. ആ നിത്യമായ ഉണ്മയെ സംബന്ധിച്ച് എന്താകുന്നു? അത് പരമാണ്. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾക്കും എല്ലാം ഉപരിയുള്ളതാണ്, പരമാണ്. അതിനെക്കൊണ്ട് തന്നെ പറയുകയാണ് നിർമ്മലേ, അവിദ്യാമലം ലേശവുമില്ലാത്ത, അവിദ്യയുടെ അജ്ഞാനത്തിൻ്റെ ഒരു ഭാവവുമില്ലാത്ത നിർമ്മലമായ സ്വരൂപത്തിൽ. വിശുദ്ധം വിശോകം എന്നൊക്കെ ശ്രുതി ആവർത്തിക്കുന്നത് ശ്രദ്ധിക്കുക. തച്ഛുക്രം ശുദ്ധം അപാപവിദ്ധം എന്നൊക്കെ ആത്മയാഥാത്മ്യത്തെ പ്രതിപാദിക്കുന്ന ശ്രുതി ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നിർമ്മലമായിരിക്കുന്ന ശുദ്ധമായ വിശുദ്ധമായ സത്യത്തിൽ ആർക്കാണോ ദൃഢബുദ്ധിയുള്ളത്, അയാൾ ലോകദൃഷ്ടിയ ചണ്ടാളനാകട്ടെ, ലോകദൃഷ്ടി അയാൾ ബ്രാഹ്മണനാകട്ടെ, ഒരു ഭേദവും ഇല്ല, അയാൾ ഗുരുവാണ്. അപ്പോൾ ആർക്കാണോ ഈ ഒരു ദൃഢബുദ്ധിയുള്ളത്, ഏത് ദൃഢബുദ്ധി? ബ്രഹ്മൈവാഹമിദം ജഗച്ഛ സകലം ചിന്മാത്രവിസ്താരിതം എന്ന ദൃഢബുദ്ധി. അപ്പോൾ എല്ലാം ബ്രഹ്മമെങ്കിൽ ഈ വൈവിധ്യങ്ങളോ ഇതെല്ലാം അവിദ്യാപരികൽപ്പിതങ്ങളാണ് എന്ന ദൃഢബുദ്ധി ആർക്കുണ്ടോ, അയാൾ ബ്രാഹ്മണനാകട്ടെ, അയാൾ ചണ്ടാളനാകട്ടെ, ലോകം അയാളിൽ എന്തോ ഭേദങ്ങൾ പരികൽപ്പിക്കട്ടെ, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അയാൾ ഗുരുവാണ്. അയാളാണ് ആത്മവിദ്യ സാക്ഷാത്കരിച്ച ഗുരുനാഥൻ എന്ന് എൻ്റെ ദൃഢമായ അവബോധമാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിലെ പോലെ തന്നെ പറയുകയാണ്. ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ, അയാൾ ഗുരുവാണ് എന്നുള്ളതാണ് എൻ്റെ ഈ ബുദ്ധി. ഇവിടെ രണ്ട് ശ്ലോകങ്ങളിലും ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങളിലും ആവർത്തിക്കുകയാണ് ചണ്ടാലോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ എന്ന്. അയാൾ ചണ്ടാളനാകട്ടെ, അയാൾ ദ്വിജനാകട്ടെ, ആർക്ക് ഈ ദൃഢപ്രതിപത്തിയുണ്ടോ, അനുഭവജനിതമായ ബോധമുണ്ടോ, സർവം ബ്രഹ്മം, എല്ലാം അടിസ്ഥാനപരമായൊരു സത്യമാണ്. ഏതെല്ലാം ആകൃതികളിലും ഭാവങ്ങളിലും നാമങ്ങളിലും പ്രകടമാണോ സത്യം,
എന്തെല്ലാം വൈവിധ്യങ്ങളുണ്ടോ ആ വൈവിധ്യങ്ങളെയൊക്കെ വ്യാവഹാരികമായി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതെ, വ്യാവഹാരികമായി വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ സ്വർണത്തിൻ്റെ മാലയും സ്വർണത്തിൻ്റെ വളയും രണ്ടും ഒരേ വ്യവഹാരം ചെയ്യുന്നതല്ല. പക്ഷേ രണ്ടും സ്വർണം ഏകമാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇതുപോലെ എന്തെല്ലാം വൈവിധ്യങ്ങളുണ്ടോ അതിനെ വ്യാവഹാരികമായി നമ്മൾ അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ ഇതം ജഗച്ച സകലം എന്നൊക്കെ പറഞ്ഞു. സകലം എന്ന് പറയുമ്പോൾ ബഹുവാണല്ലോ. അപ്പോൾ ജഗത്തിനെ അംഗീകരിച്ചു. എന്നിട്ട് പറയുകയാണ് ഈ ജഗത്ത് ബ്രഹ്മമല്ലാതെ മറ്റൊന്നല്ല. പാരമാർത്ഥികമായിട്ട് അനേക പാത്രവിശേഷങ്ങളെ അംഗീകരിച്ചു. ഈ പാത്രങ്ങളെല്ലാം മണ്ണല്ലാതെ മറ്റൊന്നല്ല. അതുപോലെ ഞാനുണ്ട്, നീയുണ്ട്, ഈ ലോകമുണ്ട്, പ്രപഞ്ചമുണ്ട്, ബ്രഹ്മാണ്ടമുണ്ട് എന്നെല്ലാം പറയുന്നിടത്ത് അനുസ്യൂതമായി എല്ലാത്തിൻ്റെയും ഉണ്മയായി നിലകൊള്ളുന്നത് ഏകമായ ഉണ്മയാണ്. ആ ഒരു അവബോധം, ബ്രഹ്മൈവേദം സർവം, ഇതെല്ലാം ബ്രഹ്മമാകുന്നു എന്ന അവബോധം, അതാണല്ലോ ശ്രുതി ആവർത്തിച്ച് പറയുന്നത്. ആ അവബോധം ദൃഢമതി, അനുഭവജനിതമായ സംശയരഹിതമായ ബോധം ആർക്കുണ്ടോ അയാൾ ലോകദൃഷ്ടിയായി എന്തോ വൈവിധ്യം അയാൾക്കുണ്ടാവട്ടെ, ചണ്ടാളനാകട്ടെ, ദ്വിജനാകട്ടെ, പക്ഷേ അയാൾ ഗുരുവാണ്. ഇതാണ് എൻ്റെ ദൃഢമായ പ്രതിപത്തി. മനീഷ, മനസ്സിൻ്റെ സങ്കല്പ വികല്പങ്ങൾക്കെല്ലാം ഉപരിയുള്ള എൻ്റെ നിശ്ചയമാണിതെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് അദ്വൈത ആത്മബോധത്തിൽ ഉറച്ച ഒരു വിജ്ഞാനിയുടെ സഹജബോധം. ഇത് ശ്രദ്ധിക്കുക. അവിടെ ഭേദങ്ങൾക്കോ ഉച്ചനീചത്വങ്ങൾക്കോ സ്ഥാനമില്ല. അവിടെ ഒരു ഭേദവും ഇല്ല. ഏകമായ സത്യത്തെ, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ, നേരത്തെ പറഞ്ഞു ബ്രഹ്മാദി പിപീലികാന്തതനുഷുപ്രോത എന്ന്, ആ ഒരു ഏകദൃഷ്ടിയാണ്, സമദൃഷ്ടിയാണ് വിദ്വാൻ. ആ വിദ്വാനിൽ ചണ്ടാള ബ്രാഹ്മണ ഭേദമില്ല. ഇതാണ് തൻ്റെ ദൃഢപ്രതിപത്തി പറയുന്നത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ദേവന്മാരുടെ, ഭഗവാന്റെ അവതാര സമയത്ത് ദേവന്മാരുടെ സ്തുതിയാണ് അടുത്തത്. ദേവന്മാർ സ്തുതിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ത്വയ്യംബുജാക്ഷകില സത്വധാംനി സമാധിനാവേശിത ചേതസൈകേ ത്വത്പാദബോധേന മഹത്കൃതേന കുറുവന്തി ഗോവത്സപദം ഭവാബ്ധിം. അംബുജാക്ഷ, താമര ദളലോചനനെയാണ് അംബുജാക്ഷൻ എന്ന് പറയുന്നത്. അഖിലസത്ത ധാംനി, ശുദ്ധസത്വസ്വരൂപനായിരിക്കുന്ന തൊയ് നിന്തിരുവടിയിൽ സമാധിന, സമാധി കൊണ്ട് ആവേശിത ചേതസ, ആവേശിക്കപ്പെട്ട മനസ്സ് ഹേതുവാൽ ഏകേ, മുഖ്യന്മാരായിരിക്കുന്നവർ മഹത്കൃതേന, മഹത് എന്ന് ഉറച്ചിരിക്കുന്ന ത്വത്പാദബോധേന, അങ്ങയുടെ പാദമാകുന്ന കപ്പൽ കൊണ്ട് ഭവാബ്ധിയും, സംസാര സമുദ്രത്തെ ഗോവത്സപദം, പശുക്കുട്ടികളുടെ കുളമ്പായിട്ട് കുറുവന്തി ചെയ്യുന്നു. അവതാരകാലത്തിലുള്ള സജ്ജനങ്ങൾക്ക് സുഖത്തെ നൽകുന്നു എന്നതിരിക്കട്ടെ, അതിലും വിശേഷപതി മറ്റൊന്നുകൂടി ഉണ്ട് എന്ന് പറയുകയാണ് ഇവിടെ. മനസ്സുകൊണ്ട് മാത്രം അങ്ങയെ ആശ്രയിക്കുന്നവർക്ക് കൂടി പ്രയാസം കൂടാതെ സംസാര ദുഃഖം നശിക്കുകയും സ്വരൂപഭൂതനായിരിക്കുന്ന നിന്തിരുവടിയുടെ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ കരുണാകടാക്ഷം കൊണ്ട് അല്ലാതെ ജീവന്മാരുടെ ദുഃഖം നശിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ കരുണാകടാക്ഷം ഉണ്ടാകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഭഗവാന്റെ കരുണാകടാക്ഷം എങ്ങനെയാണ് ലഭിക്കുക? സൽക്കർമ്മത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് നിലവിളക്കൊക്കെ കൊളുത്തി വെച്ച് ഭഗവത് നാമം ചൊല്ലിക്കൊണ്ട് കർമ്മം ആരംഭിക്കുക. അലസതയൊക്കെ വെടിഞ്ഞ് നിരന്തരമായ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക.
അവിടെ ഇവിടെയുമുള്ള ചിന്തകളൊന്നും വ്യാപരിക്കാതെ ചെയ്യുന്ന കർമ്മത്തിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് കർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഏത് കർമ്മമായിക്കോട്ടെ ആ കർമ്മം ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് കഴിയുക, സമയം പാഴാക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുക. ഇതൊക്കെ ചെയ്യുന്നവർക്ക് ആണ് ഭഗവാന്റെ കരുണാകടാക്ഷം ഉണ്ടാകുക. അപ്പം കരുണയും കടാക്ഷവും ലഭിച്ചവർക്ക് മാത്രമേ സജ്ജനമാകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്കാണ് ഭഗവത് അവതാര കാലത്ത് സുഖം ലഭിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള ജീവന്മാരുടെ ദുഃഖത്തെയാണ് നശിക്കുക. സാധാരണ ഭഗവാന്റെ കരുണയും കടാക്ഷമില്ലാതെ ദുഃഖം നശിക്കുകയില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. പിന്നെയോ ഈ രജസ്, തമസ്, സത്വം, ഈ 3 ഗുണങ്ങൾ, രജസ് തമസ്സുകളുടെ ചേർച്ച ലേശവുമില്ലാതെ ശുദ്ധ സത്വസ്വരൂപനായിരിക്കുന്ന നിന്തിരുവടിയെ മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ചിരിക്കാൻ സാധിക്കുക. രജോ ഗുണവും തമോ ഗുണവും അല്പം പോലും ചേരാതിരുന്നു കൊണ്ട് മനസ്സിൽ ഭഗവാനെ നിരന്തരം ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ഭജനം ചെയ്യാൻ സാധിക്കുക. അങ്ങനെ മനസ്സോടുകൂടിയ വിവേകികൾ അങ്ങയുടെ പാദമാകുന്ന മഹാകപ്പലിനെ ആശ്രയിച്ചിട്ട് അവിവേകികൾക്ക് ഒരിക്കലും കടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള, അവിവേകികൾക്ക് ഒരിക്കലും ചെന്നു ചേരാൻ പറ്റാത്തതായിരിക്കുന്ന, എത്രയോ അപാരമായിരിക്കുന്ന, അഗാധമായിരിക്കുന്ന സംസാര സമുദ്രത്തെ പശുക്കുട്ടിയുടെ കുളമ്പടിയിൽ നിൽക്കുന്ന ജലത്തെ എന്ന പോലെ മറികടക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ള കാര്യമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ കരുണയും കടാക്ഷവും ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനെ ഉപാസിക്കുന്നതുകൊണ്ട് സഫലമാകുകയുള്ളൂ ജന്മം എന്നുള്ളത് ഇവിടെ പറയുകയാണ്. നമ്മൾ നിത്യവും പ്രാർത്ഥന ചൊല്ലുന്ന ആളുകളാണ്. ഈ പ്രാർത്ഥന കൊണ്ടുണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കെല്ലാവർക്കും വിവേകമുണ്ടാകണം. വിവേകത്തിലൂടെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ആ പ്രാർത്ഥന അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ, ഇങ്ങനെയുള്ള സ്തുതികൾ നമ്മൾ ചൊല്ലും. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രങ്ങളും നമ്മൾ ചൊല്ലും. ഈ സ്തുതികളും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലുമ്പോൾ ഭഗവാന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന സ്തുതികളുണ്ടാകാം. ഭഗവത് നാമത്തെ ജപിക്കുന്നതിലൂടെ പൂർവ്വജന്മകൃതമായിരിക്കുന്ന പാവങ്ങളെയൊക്കെ നമുക്ക് നശിപ്പിക്കുവാൻ സാധിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സ്തുതികൾ ചൊല്ലുമ്പോഴും അതിൽ വർണ്ണിക്കുന്ന മഹത്വത്തിലൂടെ മനസ്സ് സഞ്ചരിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള ഭഗവാന്റെ അരികിലേക്ക് മനസ്സിങ്ങനെ ചെല്ലാൻ മനസ്സിനെ ഒന്ന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ജപിക്കുമ്പോഴും ആ ഭഗവാന്റെ അരികിലേക്ക് മനസ്സ് വേറെ ചിന്തകളിലൊന്നും പോകാതെ ചെല്ലാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം മറ്റുള്ള ചിന്തകൾ അപ്രധാനമാകുമ്പോൾ ഭഗവത് ചിന്തയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഭഗവത് ചിന്തയ്ക്ക് പ്രാധാന്യമേറുമ്പോഴാണ് ഭഗവാന്റെ കരുണയും കടാക്ഷവും നമ്മളിൽ ഉണ്ടായെന്ന് നമുക്ക് വ്യവഹരിക്കാൻ പറ്റുക. നിങ്ങൾ നോക്കുക, മനുഷ്യൻ്റെ ശത്രുക്കൾ എന്തൊക്കെയാണ്? കാമേഷ ക്രോധേഷ ജഹിശത്രും മഹാബാഹു. 2 ശത്രുക്കൾ നിനക്കുണ്ട്. അതേതൊക്കെയാണ്? കാമവും ക്രോധവുമാണ് എന്ന് അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു. അപ്പം അത് ഇന്ന ഗുണങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന ശത്രുക്കളായിരിക്കുന്ന കാമക്രോധാദികളെ മനസ്സിൽ നിയന്ത്രിച്ച് വെച്ചുകൊണ്ട് മനസ്സ് കൂടുതലും ഭഗവാനിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. പരമാനന്ദം ലഭിക്കുന്നത് നാമജപത്തിലൂടെയാണ്. മറ്റു വിചാരങ്ങളിലൂടെ ആനന്ദമല്ല ലഭിക്കുന്നത്, ദുഃഖം തന്നെയാണ്. മറ്റെന്തൊക്കെ വിചാരിച്ചാലും ദുഃഖം ലഭിക്കുമെങ്കിൽ പരമാനന്ദം ലഭിക്കുന്നത് ഭഗവത് നാമജപത്തിലൂടെയും ഭഗവത് വിചാരങ്ങളിലൂടെയാണെങ്കിൽ ആ നാമജപത്തിനും വിചാരത്തിനും പ്രാധാന്യം കൊടുക്കുക. ഭഗവത് കഥകളിലൂടെ ആമഗ്നനായി മുന്നോട്ട് പോകട്ടെ, ജന്മം സുഹൃതമായി തീരട്ടെ. ആ ഭഗവാന്റെ തിരുകടാക്ഷം അതിനായി എപ്പോഴും എല്ലാവരിലും ഉണ്ടാകുവാൻ നാം വിചാരം ചെയ്തുറപ്പിക്കണം. എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.